റോണി കെ ബേബി, ഇവിടെ വലിയ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണി നേതാക്കൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്താണ് റിയാലിറ്റി എന്നുള്ളതല്ലേ? ഒരു അധികാരത്തിലെത്തത്തക്ക വിധത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഇന്ത്യ മുന്നണിക്ക്, കോൺഗ്രസിന് കുറഞ്ഞത് 100-150 സീറ്റുകളെങ്കിലും അങ്ങനെ വരണമെങ്കിൽ ലഭിക്കേണ്ടി വരും. കോൺഗ്രസ് ഒരു അപ്രമാദിത്വമൊക്കെ വേണമെങ്കിൽ 272 എന്ന മാജിക് ഫിഗറിൽ എത്തുക എന്നുള്ളത് ഇപ്പോഴും ഒരു ബാലികേറ മലയായി തുടരുകയല്ലേ ഇന്ത്യ മുന്നണിക്ക്? ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം നേരത്തെ ശ്രീ ജയസൂര്യൻ പറഞ്ഞതുപോലെ 4-ാം തീയതി ഉച്ചവരെ ഇങ്ങനെ പറഞ്ഞു വെക്കാമെന്നതിനപ്പുറം ഇത്തരത്തിലൊരു തരംഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്തൊക്കെ ഘടകങ്ങളാണ്, എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ? രഞ്ജിത്തിന്റെ ഇൻട്രോയില് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പില് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കൃത്യമായി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം പിന്നിട്ടപ്പോൾ ഞങ്ങൾ 272 സീറ്റ് ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനിയുള്ള 6-7 ഘട്ടം, 6ാമത്തെ ഘട്ടം കഴിഞ്ഞു, ഇനി 7ാമത്തെ ഘട്ടം. ഈ 2 ഘട്ടങ്ങളിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് 300 സീറ്റിന് മുകളിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJP-യുടെ വക്താവ് തന്നെ പറഞ്ഞു കൃത്യമായ തരംഗമില്ല എന്ന്. അത് തന്നെ BJP ഇവിടെ പരാജയം സമ്മതിച്ചതിന്റെ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 19-ാം തീയതി 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് മുമ്പ് BJP പറഞ്ഞത്, മോദി തന്നെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അബി ബാർ ചാർ സൗ പാർ എന്ന മുദ്രാവാക്യമായിരുന്നു. മോദി വിളിച്ചു കൊടുക്കും അബി ബാർ, അണികൾ ആർത്തു വിളിക്കും ചാർ സൗ പാർ. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ മോദിക്ക് തന്നെ ആ മുദ്രാവാക്യം, മോദി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയേണ്ടി വന്നു, ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അണികളാണ് ആവേശത്താൽ ആ മുദ്രാവാക്യം വിളിച്ചത്, പറഞ്ഞതെല്ലാം മോദിക്ക് തന്നെ പിന്നെ തിരിച്ചു പറയേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി 3 അക്കം കടക്കില്ല എന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞ BJP-യുടെ നേതാക്കൾ ഇപ്പോൾ 5ാം ഘട്ടം 6ാം ഘട്ടം വരുമ്പോൾ ചോദിക്കുകയാണ്, ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? നമുക്ക് കൃത്യമായിട്ടറിയാം, 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് അമിത്ഷാ തെരഞ്ഞെടുപ്പ് റാലിയിൽ ചോദിച്ചത്, ആരാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? ആ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുന്നു. കാരണം കൃത്യമായി തന്നെ BJP-യുടെ ശരീരഭാഷ ഉൾപ്പെടെ ഇപ്പോൾ പരാജയം സംബന്ധിച്ചു. കാരണം കൃത്യമായ സൂചനകളും, കാരണം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും വിലയിരുത്തുന്ന, ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ ഉയരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന പരിവർത്തന മാറ്റം. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലെല്ലാം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന മാറ്റം, പരിവർത്തനം. കൃത്യമായി തന്നെ ഞങ്ങളുടെ നേതാക്കൾക്കും ദേശീയ മാധ്യമങ്ങളും, കാരണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുക, തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുക, അവരുടെയൊക്കെ ടേബിളുകളിൽ എക്സിറ്റ് പോളിന്റെ മുഴുവൻ റിസൾട്ടുകളും അവരുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്കൊക്കെ കൃത്യമായി അറിയാം എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് എന്ന്. കാരണം BJP-ക്ക് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരിച്ചടി. ഇവിടെ ബഹുമാനപ്പെട്ട ജയസൂര്യൻ പറഞ്ഞു, ഈ പറയുന്ന പല കക്ഷികളെയും, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന UPA-യുടെ ഭാഗമായി നിന്നിരുന്ന പല കക്ഷികളെയും BJP പിളർത്തി. പക്ഷെ എന്താണെന്നറിയോ, അവിടെ അവർക്ക് വലിയ ദയനീയമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുക. അത് മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന, അല്ലെങ്കിൽ ഈ പറയുന്ന അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP, അവർക്ക് കനത്ത തിരിച്ചടിയാണ്. അവരൊക്കെ ഇപ്പോൾ BJP-ക്ക് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുക. ബീഹാറിൽ JDU, അല്ലെങ്കിൽ JDU ഇന്ന് വലിയ, നമുക്ക് താങ്കൾ പറഞ്ഞത് 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 272 എന്ന മാന്ത്രിക സംഖ്യയിൽ ഇന്ത്യ മുന്നണി എത്തി എന്നുള്ളതാണ്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുക? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? നമുക്ക് കൃത്യമായി പറഞ്ഞു പോകാമല്ലോ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസിനടക്കം കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാഹചര്യമെങ്കിലും നിലവിലുള്ളത്? പോളിംഗ് ശതമാനം വളരെ കുറവാണ്. ഈ പറഞ്ഞതുപോലെ പല തെരഞ്ഞെടുപ്പുകളിലും ഇല്ലാത്തതിലൊക്കെ അപ്പുറത്തേക്കുള്ള പോളിംഗ് ശതമാനം കുറയുന്നു. പൊതുവെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളോടുള്ള, അതിപ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മോദി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലുള്ള പല വിരുദ്ധ വോട്ടുകളൊന്നും പോൾ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. മറ്റൊന്ന്, മോദി വിരുദ്ധ വോട്ടുകളാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. BJP-ക്കാർക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ നേരത്തെ ജയസൂര്യൻ പറഞ്ഞതുപോലെ 4-ാം തീയതി മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പക്ഷെ അപ്പോഴും ഈ 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ 272 കടന്നു എന്നുള്ളത് അതൊരു വലിയ ആത്മവിശ്വാസമല്ലേ, ഒരു അമിത പ്രതീക്ഷയല്ലേ ശ്രീ റോണി? രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ പിന്നെ വന്നുള്ളൂ. അതിനു മുമ്പ് ആദ്യമേ ഈ വോട്ടിംഗ് ശതമാനം, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട്, അല്ലെങ്കിൽ പലതവണ മാറ്റിവെച്ച ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കഴിഞ്ഞ 5 ഘട്ടങ്ങളുടെയും ആ ഡേറ്റ പുറത്തുവിടുകയുണ്ടായി. ആ ഡേറ്റ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ടറിയാം, 1, 2, 3 ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം 3 മുതൽ 5% വരെ കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ ഈ പറയുന്ന 4, 5, 6 ഘട്ടങ്ങൾ കൃത്യമായി ഇന്ന് നോക്കാം, ആ ഘട്ടങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. ഇന്നലെ നടന്ന ഘട്ടത്തിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ 2019 വോട്ടിംഗ് ശതമാനം 1% കൂടിയിരിക്കുന്നു.
അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സൂചനയാണ്. കാരണം ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറയുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കാറ്റ് വീശുന്നു എന്ന് പറയുന്ന 4 മുതലുള്ള ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം മെച്ചപ്പെട്ടു വരികയും ചെയ്തത്. അല്ലെങ്കിൽ 2019 കമ്പയർ ചെയ്യുമ്പോൾ 2019 ഒരു തരത്തായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞ പുൽവാമയും ബാലാക്കോട്ടും ഉൾപ്പെടെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനവികാരം മാറുന്നു എന്ന പിന്നെ വിധിയെഴുത്ത് അല്ലെങ്കിൽ വിശകലനം വരുന്ന ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഇവിടെ എന്നോട് രഞ്ജിത്ത് ചോദിച്ചു ഏതൊക്കെ സ്റ്റേറ്റുകൾ പറയാം. ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ വലിയ ആധിപത്യം ഞങ്ങൾ നേടുമെന്നതിനകത്ത് ഒരു സംശയം വേണ്ട. കേരളം ഉൾപ്പെടെ തമിഴ്നാട്, കർണാടക, തെലങ്കാന ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു സംശയം എഴുതി വെച്ചു 40 സീറ്റിൽ 30 സീറ്റിന് മുകളിലേക്ക് ഇന്ത്യ മുന്നണി നേടുമെന്നതിന് ഒരു സംശയം വേണ്ട. പിന്നെ ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകാൻ പോകുന്നത് ബീഹാറിൽ ഞാൻ പറഞ്ഞോളൂ നിതീഷ് കുമാർ ഇപ്പോൾ ചിത്രത്തിൽ പോലുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുക. അത്രയും കടുത്ത ജനവികാരമാണ് നിതീഷ് കുമാറിനെതിരെ ഉയരുന്നത്. അദ്ദേഹം ആരോഗ്യപരമായ കാരണം തെരഞ്ഞെടുപ്പ് മാറി നിൽക്കുക. പഞ്ചാബ് ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ, ഡൽഹി ഉൾപ്പെടെ, ഇവർ ഉത്തർപ്രദേശ് നമ്മൾ കണ്ടു എത്രയോ വലിയൊരു ജനവികാരമാണ് അവിടെ. ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് പല യോഗങ്ങൾ പോലും പിന്നെ പൂർത്തീകരിക്കാൻ പോലും കഴിയുന്നില്ല. പ്രവർത്തകരുടെ ആവേശം കാരണം അത്രമാത്രം വലിയ ജനപാകുല്യമാണ് ഞങ്ങളുടെ പിന്നെ റാലികളിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ റാലികളിലേക്ക് വരുന്നത്. ഹരിയാനയിലൊക്കെ വലിയ തിരിച്ചടിയിലേക്ക് ബി ജെ പി പോവുകയാണ്. രാജസ്ഥാനിൽ ഞങ്ങൾ ഏറ്റവും കീ സ്റ്റേറ്റ് ഞാൻ എണ്ണി പറയാം. ദക്ഷിണേന്ത്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ചലഞ്ച് അല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്ന സ്റ്റേറ്റുകൾ 1 മഹാരാഷ്ട്ര, 2 ബീഹാർ, 3 ഹരിയാന, 4 ഡൽഹി, 5 രാജസ്ഥാൻ, ഉത്തർപ്രദേശിൽ ബി ജെ പി കഴിഞ്ഞ 53 സീറ്റാണ്. ഈ പ്രാവശ്യം ബി ജെ പി 45 സീറ്റ് കടക്കില്ല എന്ന് കൃത്യമായിട്ടുള്ള നിരീക്ഷണം വന്നു കഴിഞ്ഞു. അവിടുത്തെ 80 സീറ്റിൽ പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. ശരി, മറുപടി യു പി പോലും